നമ്മൾ ബേസിലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. FDFS കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പടം കാണാൻ തിയേറ്ററിൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ട്രെയിലറൊക്കെ ആണെങ്കിലും തന്നെ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു കോമഡി പടമാണെങ്കിൽ യൂഷ്വലി ട്രെയിലർ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമയായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഇനിഷ്യൽ തിയേറ്ററിലുള്ള ഒരു ആൾക്കാരുടെ എണ്ണത്തിൽ വളരെ കുറവ് കാണുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് എനിക്കും ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ ട്രെയിലർ കണ്ടതിൻ്റെ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. പിന്നീട് ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഇവർ പറയുന്നത് GR ഇന്ദുഗോവൻ്റെ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ഈ സിനിമ എന്നുള്ള ലൈനിൽ. അപ്പോൾ ബുക്ക് നമ്മൾ വായിച്ചിട്ടില്ല, പക്ഷേ അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. സോ അങ്ങനെ ഈ സിനിമ കാണാൻ പോയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഒരു ട്രെയിലർ കണ്ടു വെച്ചിട്ട് നമ്മളൊരു സീരിയസ് പടം കാണാൻ പോകുന്നു എന്നുള്ള ലൈനിലാണ് പോയിരുന്നത്. സിനിമ സർപ്രൈസിംഗ്ലി ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ എക്സ്പെക്റ്റേഷൻ്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ തരുന്ന എന്താണോ അത് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു ഈ സിനിമയുടെ ഓവറോൾ എക്സ്പീരിയൻസ്. എനിക്ക് എന്താ പറയുക, ശരിക്കും ഒരു ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണത് പറയുന്നത്. അത് നല്ല രീതിയിൽ നമ്മുടെ മുമ്പിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ജോസഫ്, സജിൻ ഗോപു, ലിജോ മോള്, ആനന്ദ് മന്മഥൻ, ഇവർ 4 പേരാണ് സിനിമയുടെ ഒരു 4 പില്ലേഴ്സ്. ഇവരെ കൂടാതെ അതിനകത്ത് വന്നുപോയ എല്ലാവരും, അതായത് ലിജോ മോളുടെ അമ്മയായിട്ട് വന്ന ആളാണെങ്കിലും ശരി, പിന്നെ സജിൻ ഗോപുവിൻ്റെ അമ്മയായിട്ട് വന്ന ആളാണെങ്കിലും ശരി, അവരുടെ നാട്ടുകാർ, കൂട്ടുകാർ, അതുപോലെ നമ്മുടെ ദീപക് പറമ്പോൾ പുള്ളിയുടെ ഒരു ചെറിയ റോളുണ്ട്, തുടങ്ങിയ എല്ലാവരും പടത്തിൽ വന്നുപോയ എല്ലാവരും അവരുടെ പാട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് പെർഫോമൻസിൽ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട്, അല്ലെങ്കിൽ സർപ്രൈസിങ് എന്നല്ല, എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആനന്ദ് മന്മഥൻ്റെ ക്യാരക്ടർ. അതായത് പുള്ളി ഭയങ്കര രസമായിട്ട് പുള്ളിയുടെ ക്യാരക്ടറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പണിക്കും പോകാത്ത അലമ്പനായിട്ടുള്ള ഒരാൾ, പക്ഷേ പാർട്ടിയുടെ പുറകെ പാർട്ടി പ്രവർത്തനം എന്നുള്ള ലൈനിൽ പുള്ളി നടക്കുകയാണ്. പക്ഷേ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ചെയ്യാത്ത ഒരാൾ. ആ ആൾ പടത്തിൻ്റെ എൻഡിൽ പുള്ളിയുടെ ഒരു എന്താ പറയുക, ക്യാരക്ടർ ആർക്ക് അത് കംപ്ലീറ്റ് ആവുന്നിടത്ത് അത് നമുക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാക്ക് സ്റ്റോറീസോ ഇവരെ പറ്റി എന്താണെന്നോ നമുക്കിങ്ങനെ ഒരുപാട് പറയാതെ ജസ്റ്റ് ഒരു വിഷ്വലിൽ നമുക്കത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഒരു മൂഡാണ് ഈ സിനിമ. അങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് പോയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ലിജോ മോളുടെ ക്യാരക്ടറിൻ്റെ ഒരു ഷിഫ്റ്റൊക്കെ ഉണ്ട്, ഇൻ്റർവെല്ലിൻ്റെ പോയിന്റ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സാധനമാണ്. നമ്മളപ്പോൾ ആ ക്യാരക്ടറോട് നമുക്ക് ആ സമയത്തൊരു ചെറിയ ദേഷ്യം തോന്നിയാലും പിന്നീട് നമുക്ക് അവളത് പറയാനുള്ള റീസൺ എന്താണ്, അവൾ അങ്ങനെ ഷിഫ്റ്റ് ആവാനുള്ളൊരു റീസൺ എന്താണെന്ന് നമുക്കത് മനസ്സിലാവും. ബട്ട് ലേറ്റർ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ക്യാരക്ടറിൻ്റെ ചേഞ്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, സിനിമയിൽ പിന്നെ ഭയങ്കര രസമുള്ള ഡയലോഗുകളുണ്ടായിരുന്നു. ആ ഡയലോഗുകൾ തന്നെ പടത്തിനൊരു ഭയങ്കര വലിയ എന്താ പറയുക പവറായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഡയലോഗിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ കൺവേ ചെയ്യുന്നുണ്ട്. അതും ഒരുപാട് സംസാരിക്കാതെ ഒരു വൺ ലൈനേഴ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പോലെ, എസ്പെഷ്യലി സിനിമയുടെ എൻഡിൽ ഒരു ഡയലോഗുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന പോലെ ഈ സിനിമ എന്തിനെ പറ്റിയാണോ മെൻഷൻ ചെയ്യുന്നത് അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പോലെയാണ് അത് ലാസ്റ്റ് ആ ഡയലോഗ് പറഞ്ഞ് നിർത്തുന്ന സിനിമ. പിന്നെ ഇവരുടെ സെറ്റിങ്, ആക്ച്വലി കഥ നടക്കുന്ന ആ സ്ഥലം, എന്താ പറയുക, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, തലവെട്ടിച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഈ സിനിമ പ്ലേസ് ആവുന്നത്. തുടങ്ങി ഇതൊരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നു. ആ മാരേജിന് ശേഷം ഈ കെട്ടിച്ചു വിടുന്ന പെൺകുട്ടി പോകുന്ന സ്ഥലത്തിൻ്റെ പേര് തലവെട്ടിച്ചിറാണ്. അപ്പോൾ ആ സ്ഥലത്തെ ആൾക്കാരാണ് ഈ സജിൻ ഗോവും, അവിടേക്ക് കല്യാണം കഴിച്ച് വരുന്നതാണ് ലിജോ മോൾ. അപ്പോൾ അവരുടെ ഈ ട്രാവൽ ആക്ച്വലി ഇവർ ആ കടപ്പുറത്ത് നിന്ന് ഈ തലവെട്ടിച്ചിറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മളും ആ ഒരു പുതിയ ഒരു ടെറൈൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ആയിരുന്നു അത്. ആക്ച്വലി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു ഫ്രഷ്നെസ് അതിനകത്തുണ്ട്. മീൻസ് ആ സെറ്റിങ്ങിന്, ഇവരുടെ വീടായാലും ഇവൻ വർക്ക് ചെയ്യുന്ന ഒരു ചെമ്മീൻ കെട്ട്, അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റിങ്ങിന് നല്ല എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഉള്ള പോലെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കഥ കുറച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു ബഹളമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കഥ കംപ്ലീറ്റ്ലി ആ ഒരു വീട്, ആ ഒരു സ്ഥലം, ആ ഒരു തലവെട്ടിച്ചിറ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെ അവർ പറയുന്ന സ്ഥലത്തെ വളരെ കുറച്ച് ഏരിയസ് മാത്രം കഥ മൊത്തത്തിലങ്ങ് ചുരുങ്ങുകയാണ് അവിടേക്ക്. അതിൽ ഈ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നിന്നുകൊണ്ടൊരു സോളിഡ് ഡ്രാമ അത് ഭയങ്കര ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഇനിഷ്യലി പേരും ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ പൊന്മുട്ടിടുന്ന താറാവ് ആ ഒരു വൈബിലുള്ള കുറച്ച് ഹ്യൂമറായിട്ടുള്ളൊരു സിനിമ ആയിരിക്കും എന്നാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് ഈ സിനിമ. ഇതൊരു പ്രോപ്പർ ഹ്യൂമർ പടമല്ല, ഇതൊരു ഡ്രാമയാണ്. പക്ഷേ ഒരിക്കലും ഇങ്ങനെ
എന്താ പറയുക ഭയങ്കര ഡ്രാമ എന്നുള്ള ഇതിനകത്തൊരു ചെറിയ ചെറിയ ത്രില്ലിംഗ് എലമെൻ്റ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സ് ഇവരെങ്ങനെ ബിഹേവ് ചെയ്യും, ഇവർ എന്ത് ചെയ്യുമെന്ന് ഉള്ള ഒരു എന്താ ഭയം നമുക്കുള്ളിലുണ്ടാവും. അങ്ങനെ അതായത് ഇമോഷണലി നമ്മളെ അറ്റാച്ച് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ വലിയ പ്ലസ് പോയിന്റ്. പിന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് സനു ജോൺ വർഗീസാണ്. പുള്ളി ആക്ച്വലി മലയാളത്തിൽ ആർക്കറിയാം എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുള്ളി ഒരുപാട് ഭാഷകളിൽ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് പടങ്ങൾ പുള്ളി ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ക്യാമറ വർക്ക് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര എന്താ പറയുക ഒരു സ്റ്റൈലൈസ്ഡ് അല്ലാത്ത രീതിയിൽ ഒരു നമ്മളിത് ചുറ്റും നമ്മുടെ ഈ സ്ഥലം ഈ ലൊക്കാലിറ്റി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു ഫീലിൽ അവരത് കംപ്ലീറ്റ് നല്ല രീതിയിൽ പുള്ളി അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാണാൻ കുറച്ച് രസമുണ്ട്. ഇപ്പോൾ ഇരുട്ടൊക്കെ ആണെങ്കിലും നല്ല ഇരുട്ട് എന്നുള്ള ആ ഒരു ഫീല് കൊണ്ടുവരാനും പിന്നെ ഇതിൻ്റെ ടോൺ കംപ്ലീറ്റ്ലി കുറച്ച് കോൺട്രാസ്റ്റ് കുറച്ച് കൂടുതലാണ് ഇതിൻ്റെ വിഷ്വൽ സ്റ്റൈലിന്. കാര്യം അത് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം. കാര്യം അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ഇപ്പോൾ ബേസിൽ ജോസഫ് ആണെങ്കിലും സജിൻ ഗോപു ആണെങ്കിലും ലിജോ എല്ലാവരും ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടേഴ്സാണ്. ബട്ട് ഇതിൽ ഇപ്പോൾ ഹ്യൂമർ പടം ആണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ സിനിമയിൽ കുറച്ച് എന്താ പറയുക ഹ്യൂമറുണ്ട്. സിനിമയിൽ ത്രൂ ഔട്ടത് അവർ പല രീതിയിലും പലരുടെയും ഡയലോഗിൽ നിന്നും പലരുടെ സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ ഹ്യൂമറുകൾ ത്രൂ ഔട്ടുണ്ട്. ബട്ട് ഒരിക്കലും അത് ഭയങ്കരമായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ലെവലല്ല. പക്ഷേ അത് എന്നാലും നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യബിൾ ആയിട്ടുള്ള രീതിയിലാണത് അവർ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ്. അത് നമ്മൾ മ്യൂസിക്കിനെ പറ്റി ഒരുപാട് കോൺഷ്യസ് ആവില്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താണെന്നുള്ളതിൽ നമ്മളിങ്ങനെ ഒരുപാട് ഇപ്പോൾ മ്യൂസിക് ഒരുപാട് മുകളിൽ നിൽക്കുക, നമ്മളതിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമില്ല. ഈ സിനിമയ്ക്ക് എന്താണോ നീഡായിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഡെലിവറി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മ്യൂസിക്കിനെ പറ്റി നമ്മൾ ഒരുപാട് എന്താ പറയുക ബോധേഡാവാത്ത രീതിയിൽ. പിന്നെ സിനിമയിൽ അത്ര പാട്ടുകൾ ഒരു 1-2 പാട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ അത്ര എന്താ പറയുക നമ്മളിങ്ങനെ ഓർത്ത് വെക്കുന്ന പോലത്തെ പാട്ടുകളല്ല. ബട്ട് സ്റ്റിൽ അത് സിനിമയുടെ മൂഡിനോട്ട് ഭയങ്കരമായിട്ട് ചേരുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ ആക്ച്വലി കലാസംവിധാനമായിട്ട് അത് ആർട്ട് ഡയറക്ടറായിട്ട് പുള്ളി ഒരുപാട് വർഷമായിട്ട് ഫീൽഡിലുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ആ കാര്യത്തിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് ജ്യോതിഷ് ശങ്കർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമാ സംരംഭം എന്ന രീതിയിൽ തന്നെ ഇത് ഒരു വളരെ വലിയ വിജയമാണ് പുള്ളിക്ക് സംബന്ധിച്ചോളം. അതായത് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളി നന്നായി വിജയിച്ചു. പുള്ളി എന്നാണോ നമുക്ക് ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചത് അത് നന്നായി തന്നെ ഡെലിവർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ. ആക്ച്വലി വലിയ മുൻവിധികളൊന്നും ഇല്ലാതെ പോയിരുന്ന് കാണുകയാണെങ്കിൽ വളരെ നല്ലൊരു സിനിമ കാണാം. അതായത് ആക്ച്വലി നല്ലൊരു കഥയുള്ള സിനിമ എന്ന് ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ ലിജോ മോൾ പറയുന്നുണ്ടായിരുന്നു. ഒരു എന്താ പറയുക കുറേ നാളുകളായിട്ട് മലയാളത്തിലില്ലാത്തൊരു നല്ല കഥയുള്ള സിനിമ എന്നുള്ള ഒരു ലൈൻ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര രസമാണ്, നല്ല കഥയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിക്കും ഈ പടം തിയേറ്ററിൽ പോയി ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്.